ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടയം സ്റ്റൈൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയ ഒരു മീൻകറിയാണിത്. ഏത് ടൈപ്പ് മീനിലും ചെയ്തെടുക്കാൻ പറ്റിയ, തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ, ചാറിന് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോയിലൂടെ കാണാം. ഞാനിവിടെ ഈ ഒരു മീൻകറി തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ കാളാഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീൻ വെച്ച് വേണമെങ്കിലും ഇത് തയ്യാറാക്കാം. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മീൻകറിയിലേക്ക് ആവശ്യമായ 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 വെളുത്തുള്ളി കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മീൻകറി നമ്മൾ കുടംപുളി ഇട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 കുടംപുളി ഞാൻ ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുക. പിന്നെ ചേർക്കുന്ന ആ കുടംപുളിയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതോടൊപ്പം തന്നെ 2-3 തണ്ട് കരിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ മീൻകറിയിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊന്ന് എടുത്തു വെക്കാം. ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതായത് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണും പിരിയൻ മുളക് പൊടി 1.5 ടേബിൾ സ്പൂണും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പൊടികളിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. പൊടികൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് ഇത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കുന്നത്. പിന്നെ ഈ ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയിൽ നമ്മൾ മല്ലിപ്പൊടിയോ തക്കാളിയോ പച്ചമുളകോ ഒന്നും ചേർക്കാറില്ല. മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കറി ചീത്തയാവും. ഇതിപ്പോൾ ഈ പൊടികളെല്ലാം നല്ല പേസ്റ്റ് ഫോമിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മൾ ഈ മീൻകറി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടി സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 നുള്ളു ഉലുവയൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചുമന്നുള്ളിയൂടെ ചേർത്തതിന് ശേഷം ഇതൊരു ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ഉണക്കം മാറി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഈ മീൻകറി തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാൻ കൂടുതലും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരുന്ന ആ മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പൊടികളായിട്ട് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇതുപോലെ വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. ഈ പൊടികളുടെ ഈ ഒരു പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ മസാലപ്പൊടിയിലെ വെള്ളമൊക്കെ വറ്റി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു കുടംപുളിയൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിന് ഇടയ്ക്ക് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ആ ചേർത്ത് കൊടുത്ത പുളിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങും. ഫ്ലെയിം ലോ ടു മീഡിയത്തിന് ഇടയ്ക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചാറ് പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ആ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യരുത്. ആദ്യമേ ആയതുകൊണ്ട് ഇങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ആ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മീൻ കഷ്ണങ്ങളൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഈ മീനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം.
ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇളക്കാതെ ചട്ടി ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതിൻ്റെ ചാറൊന്ന് ചെറുതായിട്ട് വറ്റും. ഒരുപാട് അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. പിന്നെ ഈ മീൻകറി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നൈറ്റ് ആവുമ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് മാത്രം വെക്കുക. ഇനി ഒരുപാട് ചാറ് വറ്റിക്കാതെ ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറി തയ്യാറാക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വരും. അപ്പോൾ എല്ലാവരും തന്നെ ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.